പ്രിൻ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തി സെറ്റാണ് ഇപ്പോൾ കാണുന്നത്. ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട 3 പീസായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ സൈസസ് നമുക്ക് മീഡിയം ടു XXL വരെ അവൈലബിൾ ആണ്. റേറ്റ് വന്നിട്ടുള്ളത് 1849 റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു കളറിലോട്ടുള്ളതാണ്. നമുക്കിതിൽ 2 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് വന്നിട്ടുള്ള ഒരു ഡസ്റ്റി ഹെദർ പേർപ്പിൾ കളർ ടോണിലോട്ടാണ്. പിന്നെ അതിൻ്റെ ഫുള്ളായിട്ട് ഓവറോൾ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. നെക്കിലോട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓവർലാപ്പ് കുറച്ചുകൂടി ഒരു യോക്കിലോട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ ഒരു ബോർഡറായിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതും ആ ഒരു സെയിം കളർ ടോണിൽ തന്നെയാണ്, ഹെദർ പേർപ്പിളിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണും. പിന്നെ ആ ഓരോ ഫ്ലവേഴ്സും ആ ഒരു ജാലി പാറ്റേണുള്ള ഫ്ലവേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് ത്രെഡും അതിൻ്റെ കൂടെ തന്നെ പേഴ്സും മിറർ വർക്ക്, ഫോയിൽ മിറർ വർക്കാണ്, സീക്വൻസും വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഇതുപോലെ ഫാബ്രിക്, ആ ഒരു ഫ്ലോറൽ ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലോട്ട് ബോർഡർ വന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രോഷ്യ ലേസ് വരുന്ന പോലെയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺ ആണ്, ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഓൾ ഓവർ വന്നിട്ടുള്ളത്. ബോട്ട് ഇതിൻ്റെ ഈ ഒരു മോഡലിലുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സ്ട്രൈപ്ഡ് ആൻഡ് ഫ്ലോറൽ ഡിസൈനായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ നാട് കൊടുത്തിട്ടുണ്ട്, ബാക്ക് ഇലാസ്റ്റിക്കും വൺ സൈഡ് പോക്കറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ട മൽക്കോട്ടൺ ഫാബ്രിക്കിൽ സെയിം ആ ബോട്ടത്തിലുള്ള പ്രിൻസ് ആണ് മിഡിൽ പോർഷനിൽ. പിന്നെ ഏറ്റവും എൻഡിലോട്ട് ഹെദർ പേർപ്പിളിൻ്റെ ടോൺ കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്ന രീതിയിൽ പ്ലെയിനിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ള ഡസ്റ്റി സീ ഗ്രീൻ കളർ ടോണിലോട്ടാണ്. സെയിം ആ ഒരു നെക്ക് പാറ്റേൺ, ഇത് കളർ വൈസ് ആണെങ്കിലും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ ഫ്ലോറൽ ഡിസൈൻ എല്ലാം സെയിം പാറ്റേണിൽ, നെക്കിലോട്ടാണെങ്കിലും ഒരു ഓവർലാപ്പ് വീയും. പിന്നെ ഇതിൻ്റെ തന്നെ കളർ ടോണിലോട്ട് വന്നിട്ടുള്ള ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോറൽ ഡിസൈനും ബാക്കി എല്ലാ ഡിസൈനും നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബോട്ടവും സെയിം പാറ്റേണിൽ തന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. ദുപ്പട്ട അതേപോലെ തന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള മിഡിൽ പോർഷനിലുള്ള പാറ്റേണും പിന്നെ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഡസ്റ്റി സീ ഗ്രീൻ്റെ ടോൺ കുറച്ചുകൂടി എടുത്ത് കാണുന്ന പോലെ പ്ലെയിൻ ആയിട്ട് കൊടുത്തുള്ള ഡിസൈൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്.